Hey guys, I'm Feba and you're watching my channel, My Entertainment. Hey, it's Fabes. വേണം എടി ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ തല ഇങ്ങനെ തട്ടിക്കളഞ്ഞ് തല വെട്ടിക്കളയുക അങ്ങനെ എന്താ സംഭവം? മരം അല്ല ഈ കായുടെ പേര് മുരിങ്ങക്കായ. ഓന്തടി വേണ്ട ഞാൻ നോക്കി വേഗം എന്തോ അനങ്ങുന്നത്. എന്നാണെങ്കിൽ എന്താ പേരറിഞ്ഞോളൂ വിളി കേട്ടു. അങ്ങോട്ടേക്ക് ഇനി വേസ്റ്റ് കുമ്പാരം അടുത്ത റോഡ്. ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിൻ്റെ ഒരു വ്ളോഗാണ്. ഒരു ഷോർട്ട് വ്ളോഗ് അല്ലെ ഒരു മിനി വ്ളോഗ് എന്നൊക്കെ പറയാം. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് പോയപ്പം നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണ്ണീറ്റ് റെഡി ആയിക്കട്ടോ. ഐ തിങ്ക് നമ്മളിവിടുന്ന് 9:30-10 മണി ആ ഒരു ടൈമിനാണ് ബസ് പോകുന്നത്. എനിക്ക് തോന്നുന്നു 9:30-ക്കായിരുന്നു ബസ് പോകുന്നത്. അപ്പം നമ്മൾ അതിരാവിലെ എണ്ണീറ്റ് നമ്മുടെ മോർണിംഗ് റൊട്ടീൻസൊക്കെ ചെയ്ത് കുളിച്ച് റെഡിയായി യൂണിഫോമൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ നേരത്തെ തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണ് ഏമി ആൻഡ് ദിസ് വൺ ഈസ് അഷിൽ. നമ്മുടെ ക്ലാസ്മേറ്റാണ് കേട്ടോ. ഞാൻ രാവിലെ തന്നെ അവനെ പീടിയെടുത്ത് വെറുപ്പിക്കുന്നുണ്ടിട്ട് അവൻ എന്നെ എന്തൊക്കെയോ പറഞ്ഞ് ആട്ടി വിടുമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, പുള്ളി ഒരു ഷോട്ടിന് നിന്ന് തന്നു. എല്ലാ വട്ടവും നേരത്തെ എണ്ണീറ്റ് റെഡി ആയിട്ട് എല്ലാം ക്രമീകരിച്ചിരുന്നാലും എനിക്ക് അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ് എന്തേലും ഞാൻ ചെയ്യാൻ മറന്നിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരിക്കും. മെയിൻലി വാച്ച് എടുക്കാൻ മറക്കുക, ID കാർഡ് എടുക്കാൻ മറക്കുക, ദെൻ ഫോൺ എടുക്കാൻ മറക്കുക, കൊട എടുക്കാൻ മറക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു മെയിൻ പരിപാടി. എല്ലാം റെഡിയാക്കി കറക്റ്റായിട്ട് നാളെ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞ് വെച്ചാലും മറന്നു പോകും. ഗൈസ്, ഇതാണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, റോഡ് സൈഡിൽ. അങ്ങനെ ഫൈനലി വി റീച്ച്ഡ് അവർ ലൊക്കേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ PH സെൻറ്റർ എന്ന് പറയുന്നത്. ഈ PH സെൻറ്ററിൽ ആണ് നമ്മൾ വരുന്നത്. ഒരുപാട് ദൂരമൊന്നുമില്ല, നമ്മുടെ കോളേജിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വരുന്ന ക്ലിപ്സ് ഒന്നും എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ ക്യാമറയിൽ അത് വൃത്തിയിട്ട് കിട്ടത്തൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്കുണ്ട്, ഞങ്ങളുടെ ബുക്കാണിത്. ആ ബുക്കിൽ നമ്മൾ സർവേക്ക് പോകണം. ആ ബുക്ക് എടുത്തുകൊണ്ട് നമ്മൾ ഓരോ സർവേക്ക് പോകണം. ഓരോ സ്ഥലത്തും ചെന്ന് ഓരോ സർവേ ചെയ്യണം. ലൈക്ക് എത്ര ചെടിച്ചട്ടിയുണ്ട്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കണം. പക്ഷേ ഇന്നെന്തോ ഞങ്ങൾ സർവേക്കൊന്നും വിട്ടില്ല. മഴ ആയതുകൊണ്ടാണോ എന്തെന്നൊന്നും അറിഞ്ഞുകൂടാ. കുറച്ച് കഴിയുമ്പം ചിലപ്പം വിടുമായിരിക്കും. അപ്പോൾ അതുവരെ നമ്മളോട് മേളിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇത് PH സെൻറ്ററിൻ്റെ മേളിലെ ഭാഗമാണ് കേട്ടോ, ടെറസ് ഏരിയാസാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് റോഡൊക്കെ കാണാം. നമ്മുടെ ബസ് അവിടെ ആയിരുന്നു വരുന്നത്. അപ്പോൾ റോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ മേളിലായിട്ടൊരു ചെറിയൊരു ഹോള് പോലെ, ഒരു റൂം പോലെ ഉണ്ട്. സോ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞേക്കുവാണ്. ഗൈസ്, ഇത് എൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, അഭിരാമി. ഭയങ്കര ക്യൂട്ടാണ് അവളെ കാണാൻ. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും അവൾ ആ വീഡിയോയിൽ വരും. എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൽ ഹായ് കാണിക്കാൻ വരും. ഷീ ഈസ് സോ ക്യൂട്ട്. അപ്പോൾ റൂമിൻ്റെ അകത്ത് കയറി നോക്കിയപ്പോൾ ഞാൻ വരുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ ചെയറൊക്കെ എടുത്ത് കാലുമേ കാലൊക്കെ വെച്ചിരിക്കുകയാണ് ഈ 2 പുത്രികൾ. ഇവർ 2 പേരും എൻ്റെ റൂംമേറ്റ്സാണ്. ഒരാൾ ആർഷ, ഒരാൾ ഭാഗ്യ. ആൻഡ് ഓൾസോ 2 പേരും എൻ്റെ അതേ സെയിം വൈബാണ് കേട്ടോ. 2 പേരും ഭയങ്കര കോമഡി പീസസാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു PH സെൻറ്ററിൻ്റെ ബാക്കിലായിട്ടൊരു സ്കൂളുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ ഫ്ലാഗ് പോലെയൊക്കെ എന്തൊക്കെയോ കളറിൽ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് സർവേ ഒന്നും ഇല്ലായിരിക്കുമെന്ന് വിചാരിച്ച മനസമാധാനത്തോടെ അവിടെ ഇരുന്ന് PUBG കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോഴാണ് താഴെ എന്ന് പറയുന്നത് സർവേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഒരു സാറ് വരും. പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. സോ താഴേക്ക് ഇറങ്ങി ചെല്ലുക എല്ലാവരും വേഗം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ താഴോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നും സർവേ ഉണ്ട്. അപ്പം ഇന്ന് നമുക്ക് അലഞ്ഞു തിരിയുന്നതിൻ്റെ കുറേ അധികം ക്ലിപ്സ് ഇതിനകത്ത് കാണിക്കാൻ പറ്റും. നമ്മൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ നല്ല വെയിലുള്ള കാലാവസ്ഥയൊന്നും അല്ലായിരുന്നു. ഈ ക്യാമറയിൽ കാണുന്ന പോലെ തന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ പൊടിയണുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഫുൾ തൊപ്പി ടീംസാണ് കേട്ടോ. 3 തൊപ്പി വെച്ചിട്ട് നമ്മൾ പോകും. അതെ, മറ്റേ ഇതിൻ്റെ തല വെട്ടിക്കളയ അങ്ങനെ എന്തൊരു സംഭവം ഇല്ലേ, അതെങ്ങനെയായിരുന്നു? മറ്റേ ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ ഇങ്ങനെ ഇതിൻ്റെ ഇതിങ്ങനെ കീറിയിട്ട് ഇങ്ങനെ കയ്യിൽ കെട്ടുന്നില്ലേ?
എടി ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ തല ഇങ്ങനെ തട്ടിക്കളഞ്ഞ് തല വെട്ടിക്കളെ അങ്ങനെ എന്താ സംഭവം ഉണ്ട്. തല വെട്ടി അദ്ദേഹം ഒരു കൊല ചെയ്തു, എമി ഒരു കൊല ചെയ്തു, ഞാനും ഒരു കൊല ചെയ്തു. ഇപ്പോൾ ഗൈസ് നമ്മളിനി ഇവിടെ നടന്നു. തൊപ്പി പക്ഷെ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 3 പേർക്ക് തൊപ്പിയുണ്ട്. ഇതെൻ്റെ തൊപ്പി, ഇത് അദ്വൈതയ്ക്ക്, ഇത് എമിയുടെ തൊപ്പി, ഇത് എൻ്റെ തൊപ്പി, അത് അദ്വൈതയുടെ തൊപ്പി. ഞങ്ങൾ 3 പേര് തൊപ്പിക്കാരാണ്. എത്ര മനോഹരമായ സ്ഥലമെന്ന് തോന്നും, പക്ഷേ ഇറങ്ങിയാൽ എന്തായിട്ടും നീ എന്താ പട്ടി. നമ്മളിതാ ഇപ്പം റോഡിലെത്തി, മെയിൻ റോഡിൽ. അപ്പോൾ ഗൈസ് നമ്മൾ സർവേക്ക് കൊണ്ടുവന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളും നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ അവിടെ നിന്നും നമ്മൾ കയറാറ് നമ്മൾ ഓൾറെഡി പുള്ളിക്കാരോട് നമ്മൾ അവിടെ കവർ ചെയ്ത് ഇവിടെ കവർ ചെയ്തെന്ന് പറഞ്ഞു കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോവാണ്. കാരണം ഓൾമോസ്റ്റ് ഒട്ടുമിക്ക സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്താണ്. ഇപ്പോൾ ഒരാഴ്ചയോ സംതിങ് എന്തോ ആയി നമ്മുടെ പോസ്റ്റിംഗ് തുടങ്ങിയിട്ട്. പോസ്റ്റിങ്ങിൻ്റെ ലാസ്റ്റ് ഡേയോ സംതിങ് എന്തോ ആണ് കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിൻ്റെ. നമ്മൾ രണ്ടുപേരുമാണെങ്കിൽ ആടി ഉല്ലസിച്ച് ഭയങ്കര രസിച്ചൊക്കെയാണ് പോകുന്നത്. ഇന്ന് ആരുടെയൊക്കെ വാരിയിരിക്കുന്ന കേൾക്കാൻ അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മുടെ ഏരിയ ഇത് നമ്മുടെ വിജയം താമരക്കോലം. ഇതെന്ത് വടി? അതെ, ആ പയ്യനോട് നിങ്ങൾ തന്നെ ചോദിക്കൂ, എനിക്കൊരു ഭയം. അത് വീടാണോ? അത് ഈ വീടിൻ്റെ വേറെ പാർട്സ് ആണോ? നമ്മൾ 2 വീട് ആരേലും ഉണ്ടോ? എക്സ്ക്യൂസ് മീ, എവിടെ നിന്നൊരു സൗണ്ട്? എൻ്റെ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടടി. LS 24/6 8-ാം മാസം എന്തായാലും വന്നിട്ടുണ്ട്. 9/8 വന്നിട്ടുണ്ട്. ഇതല്ലേ ഓഗസ്റ്റ്, പക്ഷെ അത് 2024. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരു 3-2 വീടൊക്കെ നമ്മൾ കയറിയതിന് ശേഷം ഒരു 4ാമത്തെ വീടും അങ്ങാണ്ടായിരുന്നു ഇത്. അപ്പോൾ ഈ അങ്കിളിൻ്റെ അടുത്ത് ഓൾറെഡി സ്റ്റുഡൻസ് ചെന്നതാണ് സർവേക്ക്. പക്ഷെ എന്നാലും നമ്മൾ വന്നപ്പോൾ നമ്മളെ കൂടെ നിരാശരാക്കേണ്ടെന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ തന്നെ സ്വയം ബുക്കൊക്കെ വാങ്ങിച്ച് നമ്പറൊക്കെ എഴുതി തരുമായിരുന്നു കേട്ടോ. ഇതുപോലുള്ള ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഇത്ര നല്ലതായിരുന്നു. നിങ്ങൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവർ ഓൾറെഡി വന്നിട്ടുള്ളതുകൊണ്ട് അവർക്കും അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഒരു 4-5 വീട് ആയിട്ടുള്ളൂ. ഇനിയും നമുക്ക് 30 വീടാണ് മൊത്തം തികയ്ക്കേണ്ടത്. 30 വീടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങി ഇതുപോലെ സർവേ എടുക്കണം കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ എന്ന് നോക്കും, എന്നിട്ട് അതിനകത്ത് കൊതുകുണ്ടോ എന്ന് നോക്കും, എന്നിട്ട് ഇതിൽ എഴുതും. ഗൈസ് ഒരു വലിയ ബിൽഡിംഗ് ഇവിടെയൊക്കെ കയറുന്നിറങ്ങാൻ പറ്റും. ഈ ബിൽഡിങ് മൊത്തം നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഉള്ളത് മൊത്തം, പക്ഷെ നമുക്ക് കയറാൻ അനുവാദമില്ല. ആരും ഇല്ലെന്ന് തോന്നുന്നു. ഹായ്, തേണ്ട് ഇപ്പുറത്തൊരു പെൻക്വിൻ. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഫാൻസാണ് ഞാൻ. ഇതും ഒരു വീടാണെന്ന് തോന്നുന്നു ഗൈസ്, ഐ ഡോണ്ട് നോ. ഇവിടെ ഒന്നും ഒരു മനുഷ്യനില്ല. ഹായ്, കുറച്ച് പേടിച്ചു പോയി. എന്ത് ഹെസറേനു? തൻവി. ഹലോ അച്ചോടാ, മിഠായി വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുക്കാമായിരുന്നില്ല. ഈ വീട്ടുകാർക്ക് നമ്മുടെ ഒരു സേവനവും വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആട്ടിപ്പായിപ്പിച്ചു കിട്ടും. അതെ, നിന്നെ കൊതുക് അടിച്ച് ചാവുകളാന്ന്. നമ്മൾ പിന്നെയും തിണ്ടും. നമ്മൾ ഓരോ വീട്ടിലും കയറും, അവിടെ നിന്ന് ഓരോ തുപ്പും വാങ്ങിച്ചിട്ടുണ്ടാവും. ഇപ്പം എത്ര എണ്ണമായി? 10 എണ്ണം. ഓക്കെ. നമ്മളിപ്പം മാവന്മാർക്ക് നമ്മളിപ്പം കണ്ട കൊച്ചുങ്ങൾക്ക് ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോവാം. നമുക്ക് കണ്ട നമ്മുടെ മലയാളിക്കടയെന്ന് ചോദിക്കാം. ഇന്നലത്തെ ചിക്കൻ പഫ്സ് വാങ്ങണമെന്ന് തോന്നും, പക്ഷെ ഞാൻ വാങ്ങും. ചേട്ടാ യൂട്യൂബ് ചാനൽ ഇടാൻ പിള്ളേർക്ക്
ഗൈസ് നമ്മളങ്ങനെ മുട്ടായൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ആ കൊച്ചുങ്ങളെ കാണാൻ വേണ്ടി പോവാണ്. കുഞ്ഞു വാവന്മാർ ഗൈസ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഉടുപ്പാണ് ഗൈസ്. മുട്ടായി കൊടുക്കാനായിട്ട് പോവാണേ. മുട്ടായി കൊടുത്തിട്ട് നമുക്ക് വരാം. കൊടു വാ വാ വാ. അച്ചടാ ഒരെണ്ണം എന്തിയേ അവിടെ ഉണ്ടാ? ടാറ്റാ ബൈ. ടാറ്റാ. വേണം ടാറ്റാ. കുഞ്ഞു കമ്മലൊക്കെ ഉണ്ട്. ബൈ ബൈ. കരയോടി? എടി പേടിയില്ലടി. കുഞ്ഞു വളയൊക്കെ ഉണ്ട് കയ്യിൽ. അച്ചടാ ചിരിക്കണുണ്ട്. നല്ല ക്യൂട്ട് വാവ ഗൈസ്. ഇതേത് വാവ? ഇത് വേറൊരു വാവ. ഇച്ചിരി മൂത്ത വാവ. ബാക്കി കാണിക്കണം. ഇതേത് വാവാന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെ എന്നിട്ട് ബാക്കി കാണിക്കണം. ഓന്തടി വേണ്ട. ഞാൻ നോക്കിയ വേറെ എന്തോ അനങ്ങുന്നത്. എന്താണെങ്കിൽ എന്താ പേരറിഞ്ഞോളെ വിളി കേട്ടോളൂ. അങ്ങോട്ടേക്ക് ഇനി വേസ്റ്റ് കൂമ്പാരം അടുത്ത റോഡ് മാത്രമേ. ഈ നിൽക്കണ സാധനം മൊത്തം ആവണക്കാണ്. ആവണക്ക്. ഇതിൻ്റെ കുരു ഈ കുരു ഇതുണ്ട്. ഈ കുരു എടുത്ത് പൊട്ടിച്ച് ഇതിനകത്തൊരു വെള്ളക്കുരുവുണ്ട്. ആ വെള്ളക്കുരു നമ്മൾ ഉണക്കും. ഉണക്കിയിട്ട് ആ കുരു നമ്മൾ ഇടിച്ച് പിഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവണക്കെണ്ണ കിട്ടും. അതാണ് മറ്റേ ദിലീപ് സിനിമയിൽ പറഞ്ഞ വണക്കമെണ്ണ. ആവണക്കെണ്ണ എണ്ണ അത് പറയൂല്ലോ. അതാണിത്. ഞാൻ ആദ്യം ഇതെന്ത് വിചാരിച്ചു? കഞ്ചാവാണെന്നാണ് വിചാരിച്ചു. കഞ്ചാവിൻ്റെ ഏകദേശം ഇങ്ങനെയൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ എനിക്കറിഞ്ഞുകൂടാ. എടി നിനക്ക് ഈ ചള്ളക്കുഴിക്കകത്തോടെ ഞങ്ങളെ കയറ്റിക്കൊണ്ട് പോകാൻ നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? പപ്സ് കടയിലേക്കുള്ള സ്ട്രൈറ്റ് വഴിയാണ്. പൊമഗ്രാനേറ്റ് മാതള നാരങ്ങ ആണ്ട് ചിക്കു. അത് ചിക്കു. ഞാൻ കിച്ചു. എൻ്റെ അനിയൻ ചിക്കു. ഹായ് എമി കിടന്നുറങ്ങുന്നു അല്ലേ? ആരായാലും എന്താ അനങ്ങാതെ കിടന്നാ പോരെ. അതെ ആരായാലും എന്താ കടിയൊന്നുമല്ലേ. അതെ അയ്യോ പക്ക്. അടി മരമല്ല ഈ കായുടെ പേരാ ചോദിച്ചു. മുരിങ്ങക്കാണ്. എടി ആ പഗ്ഗിൻ്റെ വായിക്കാത്തോട്ട് ചെന്ന് കയറി കൊടുക്കാൻ എനിക്ക് വയ്യ. ഇവിടുത്തെ എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ ഇതായി കയറാം ഇതുപോലത്തെ ഒരു അപ്പൂപ്പനെ വെച്ചിട്ടുണ്ട്. അതെന്താണ് റീസൺ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കോളിംഗ് ബെല്ല് നനയാതിരിക്കാനുള്ള സെറ്റപ്പ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ചെക്കാൻ പറ്റൂല. ആരെങ്കിലും ഉണ്ടെങ്കിലോ ഇറങ്ങി വന്നാലോ. ആരുമില്ല. ഐ തിങ്ക് ഇവിടെ പട്ടി ഉണ്ടെന്ന് തോന്നാണ്. പട്ടിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട്. ആ പട്ടി അതിൻ്റെ ഉള്ളിലോട്ട് നോക്കൂ. ബക്കേറുണ്ട. വെറുതെ കടി വാങ്ങണ്ട.
മതിയാക്കി ഇന്നത്തെ സർവേ ഒക്കെ മതി. ഇനി സർവേ ഒന്നും വേണ്ട. ഇനി ഇവിടെ അങ്ങ് വീടും ഇല്ല, ഇവിടെ അങ്ങ് ഒരു വീടും ഇല്ല. സോ നമുക്ക് കയറാൻ സ്ഥലങ്ങളില്ല. ചെല്ലുന്ന വീട്ടിലെല്ലാം നമ്മൾ ആട്ടിപ്പയപ്പിച്ചു വിടുക. വേഗം പോവാണ്. ഓൾറെഡി ബസ് വന്നു. ഇപ്പോൾ സമയം 12 മണി എന്തോ സംഭവമായി. ഗൈസ്, ഐ തിങ്ക് ബസ് വന്നെന്നും പറഞ്ഞ് പറ്റിച്ചതായിരുന്നു എന്നാണ് തോന്നുന്നത്. സിസ്റ്റർ, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഹായ്, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. കുറേ വീട് കിട്ടിയോ? എത്ര വീട്ടിൽ കയറി? ആ ഗൈസ്, ബസ് ഈസ് ടയർ. ഞാൻ വിചാരിച്ചു നമ്മളെ പ്രാങ്ക് ചെയ്തതാണ്, പക്ഷെ പ്രാങ്ക് ചെയ്തല്ല. ഒറിജിനലായിട്ടും നമ്മുടെ സ്കൂൾ ബസ്, കോളേജ് ബസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഈ ബുക്ക് കൊണ്ട് PH സെൻറ്ററിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബസ്സിൽ കയറിയിരിക്കാം. ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ്, ലാസ്റ്റ് പോസ്റ്റിംഗ് ആണ്. സോ ടാറ്റയൊക്കെ കൊടുത്തേക്കാം. ടാറ്റ PH സെൻറ്റർ. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഡാൻസ് ആണെന്ന് തോന്നുന്നു പിള്ളേർ ഈ കാഴ്ച വെക്കുന്നത്. ബസ് വിടുന്നു. ബസ് കയറാം. ഗൈസ്, നമ്മൾ ബസ്സിൽ കയറി നമ്മൾ പോവാ. ബൈ. ചാടിക്കോ. സേ ഹായ്. ഇപ്പം ID കാർഡൊക്കെ വെച്ചിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് പോവാണ്. എനിക്ക് കൊറിയർ കൊടുക്കാനുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കണ ടൈമാണ്, അതായത് 12:30. ആ ടൈമിൽ നമുക്ക് ജസ്റ്റ് വെളിയിൽ പോയിട്ട് വരാൻ പറ്റും. അപ്പോൾ ആ ടൈമും കൊണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി കൊറിയറൊക്കെ അയച്ചിട്ട് തിരിച്ച് വന്ന് കുട്ടടിക്കാം. ഓക്കെ ഗൈസ്, നല്ല മഴക്കാറ് വരുന്നുണ്ട്. മഴ പെയ്യണതിന് മുന്നേ നമുക്ക് സംഭവം കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ച് വരണം. നമ്മൾ പോസ്റ്റ് ഓഫീസിലെത്തി. നല്ല തിരക്കുണ്ട്, ഇത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ നമ്മളവിടെ ചെന്നപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു. നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ കാണുന്ന ഈ ഒരു ചെറിയ കൊറിയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. തിരക്കായ സ്ഥിതിക്ക് നമ്മളിനി DTDCയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ പോസ്റ്റ് ഓഫീസും DTDCയും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അതുകൊണ്ട് വേഗം അവിടെ എത്തി കൊറിയർ കൊടുത്തു. കൊറിയർ കൊടുത്ത് സ്ലിപ്പൊക്കെ വാങ്ങി നമ്മൾ പിന്നെ വേഗം തിരിച്ചു പോയി. കാരണം നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ.